ഗൈസ്, നമ്മളിപ്പം പെട്രോൾ അടിക്കാൻ വന്നിരിക്കുകയാണ്. ഇതാ ഇവിടെ ഇങ്ങനെയാണ് പെട്രോൾ അടിക്കുന്ന സെറ്റപ്പ് വരുന്നത്. നമ്മുടെ കമ്പനി വണ്ടിയാണ്. ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ വണ്ടി വെച്ചിട്ടുണ്ട്. സെൽഫാന്ന് തോന്നുന്നു, സെൽഫല്ല അല്ലേ. ഖത്തറിൽ ഇങ്ങനെയാണ് പെട്രോൾ അടിക്കുന്നത്. കണ്ടില്ലേ, ഒരു വണ്ടി പോയി അടുത്ത സ്ഥലത്ത് ഇങ്ങനെ കയറ്റി. മുഹമ്മദ് ലിറ്റർ ഹൗ മച്ച് റിയാൽ? 2 റിയാൽ. യാ റബ്ബേ, നാട്ടിലെ 25 50 റിയാൽ കേട്ടോ 1 ലിറ്റർ. ഡീസലാ പെട്രോളാ? പെട്രോൾ. ഇവിടെ കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇവിടെ 2 റിയാലാട്ടോ പെട്രോളിന്. അടിപൊളി. ഇവിടെ ഇതാ നമ്മുടെ നാട്ടിൽ പോലെ തന്നെ ഇത് ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ആളിതാ, ഇതാണ് അതിൻ്റെ പെട്രോൾ അടിക്കുന്ന ആള്. നമ്മള് ചെക്കനിതാ മാമു. അല്ല മീൻ. Yes, yep. How are you? I'm good. You? Yeah, also good. ഇവിടെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. നമ്മളെത്ര മേ ബി ഒരു 2 റിയാലോ 3 റിയാലിനായിട്ടായിരിക്കും, 10 റിയാലിനായിട്ടായിരിക്കും ഒക്കെ എത്രയാണ് അടിക്കുന്നത്. അയാൾ കാർഡ് വെച്ച് നാട്ടിലുള്ള സെറ്റപ്പ് തന്നെയാണ്. ഓയിലിൻ്റെ കമ്പനിക്ക് എന്തോ ഒരു വ്യത്യാസമുണ്ട്. ടേൺ ഓഫ് എൻജിൻ, പക്ഷെ നമ്മുടെ വണ്ടി ഓഫ് ആക്കിയിട്ടൊന്നുമില്ല. ഇവിടെ മെൻഷൻ കൊടുക്കുന്നുണ്ട് ടേൺ ഓഫ്, സ്മോക്ക് ചെയ്യാൻ പാടില്ലെന്നൊക്കെ. നാട്ടിലും അല്ലെന്നല്ല, നാട്ടിലാണെങ്കിൽ ഒരു വണ്ടീൻ്റെ എണ്ണടിക്കാൻ ഒരാൾ വേണം. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ വണ്ടിയിൽ സാധനം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് അടിഞ്ഞങ്ങ് പോയിക്കോളൂ. ഇപ്പോൾ 8-9 ലിറ്ററായി, 10 ലിറ്ററായി, 11 ലിറ്ററായി, 11, 12, 16, 17, 18 ലിറ്ററായി, 20 ലിറ്ററായി, 20, 22ആയി. മേ ബി 60 റിയാലിനായിരിക്കും. 60 റിയാലിനായിരിക്കും കേട്ടോ. ഇല്ല, 60 കഴിയുന്നു. 30 ലിറ്ററായി. മേ ബി ഫുൾ ടാങ്ക് ആയിരിക്കും അല്ലേ? എന്താ പറയുന്നത് നിന്റെ അഭിപ്രായം? ഫുൾ ടാങ്ക് ആണോ ഹാഫ് ടാങ്ക് ആണോ? മേ ബി ഫുൾ ടാങ്ക്. ഫുൾ ടാങ്ക്. ഫുൾ ടാങ്കാ? അല്ലെങ്കിൽ ചിലപ്പോൾ 100 റിയാലിനായിരിക്കും. ഇപ്പൊ എത്ര? 79 റിയാലായി. ഇപ്പൊ 40 റിയാലോ 80 കേട്ടോ. അതായത് 39.9 ലിറ്റർ കിട്ടും. അപ്പോൾ ഇത് ഓ ക്യാ ബോലേഗാ ഉസ്കാ पेट्रोल पंप क्या तुम्हारे मुल्क में ऐसा वाला पेट्रोल पंप है? पेट्रोल पंप ऐसा वाला है हाँ, लेकिन शहर में हमारे गांव में ऑनलाइन नहीं है, कैश. ये दे ओनली कैश. ओनली कैश. कार्ड नहीं है उधर? कार्ड सिस्टम है, एटीएम कार्ड. शहर में ATM कार्ड. या പിന്നെന്താ ക്യാഷ് എന്ന് പറയുന്നത്? ഓൺലി ക്യാഷ് അല്ലെങ്കിൽ ഓൺലി കാർഡ് ആൻഡ് ക്യാഷാ? कार्ड कैश दोनों. दोनों. इधर लेकिन ऑनलाइन नहीं. इधर क्या है बात में? इधर ऑनलाइन है, कार्ड है, कैश है, तीनों है. आपका मुल्क में गूगल पे ऐसा नहीं है? कौन सा? गूगल पे, नहीं. गूगल पे, फोन पे. अभी विकास है, विकास नगद. വികാസ് നഗറാ? नगद. ഇവിടെ തന്നെ വാട്ടർ സർവീസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അലോമെന്റ് ചെക്കിംഗ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇതാണ് കമ്പനി, പൂക്കളുള്ള കമ്പനിയാണ്. ഇതാണ് നമ്മളിപ്പോൾ വന്ന പെട്രോൾ പമ്പ്. ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അധികം പമ്പിലും അങ്ങനെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കലുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വന്ന് തുടങ്ങിയത്. എവിടെയാണ് സ്കൂള്? ഇതുണ്ടല്ലേ, ഗവൺമെൻറ് സ്കൂളാണ്. ഇതാണ് ഗവൺമെൻറ് സ്കൂള്. ഇപ്പം ഞങ്ങൾ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ മറ്റേ ഇവിടെ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പം മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്നതിൻ്റെ മുമ്പുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. ഇപ്പോൾ ഖത്തറിൽ ഇങ്ങനെയാണ് പെട്രോളിൻ്റെ വിലയും പെട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാം. ലൈക്ക് അടിക്കാതെ ഒരു കിണർ നോക്കി. ഞാൻ വിചാരിച്ചു ഇതൊക്കെ എൻ്റെ നാട്ടിലുള്ളൂ. ഇധർ ബി ഹേ ന അച്ഛാ സുന്ദർ ജഗ ഹേ ന. അതാ ഒരു ബോട്ട് കണ്ടോ? ബോട്ട് നോക്കിയേ, നല്ല സ്ഥലങ്ങളൊക്കെയാണ്, നല്ല പ്ലേസാണ്. ഇവിടെ മറ്റേ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹമ്പൊക്കെ ഉണ്ട്. പിന്നെ ഇത് ന്യൂട്ടനാ,
ഇത് ന്യൂട്ടൺ ഇന്റർനാഷണൽ സ്കൂൾ. ഇത് ഈ സ്കൂളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കണ്ടില്ലേ ന്യൂട്ടൺ? ഇതാണ് ന്യൂട്ടൻ്റെ. ഈ സ്കൂളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതായത് ഈ സ്കൂളിൻ്റെ ക്യാൻറ്റീനിൽ. ഇതേപോലത്തെ ഒരു 8-9 ബ്രാൻഡ് ഉണ്ട് അവർക്ക് ഇവിടെ തന്നെ. ഇവിടുത്തെ വണ്ടികളൊക്കെ കാണുന്നില്ലേ. ഇവിടെ ലാൻഡ് ക്രൂയിസർ എന്ന് പറഞ്ഞിട്ട് മൊത്തം ലാൻഡ് ക്രൂയിസർ കണ്ടില്ലേ. എവിടെ ഏത് വീടിന്റെ മുമ്പിലും ഒരു ലാൻഡ് ക്രൂയിസർ ആയിരിക്കും. ഒരു എൻ്റെ റൂമിൻ്റെ അടുത്തൊക്കെ ഒരു വീട്ടിൽ തന്നെ 7 ലാൻഡ് ക്രൂയിസർ ഉണ്ട്. അതിൽ പുതിയത് മുതലിട്ട് പഴയ കമ്പനി വരെ ഉണ്ട് ലാൻഡ് ക്രൂയിസറിൽ. എനിക്ക് ചൂട് തണിയാനുള്ള ഇപ്പം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ മറ്റേ ഈത്തപ്പഴം സീസണാണ്. ഈത്തപ്പഴം ഇപ്പോഴാണ് ഒന്ന് റെഡിയായി വരുന്ന സമയം, ഈത്തപ്പഴം സീസൺ. പിന്നെ നമ്മുടെ ഈ ഒമാനിൽ ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒമാനിൽ വരുന്നുണ്ട്. ഇവിടെ കുറച്ച് നല്ല പച്ചപ്പാണ്. ഇവർ നല്ലതായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇവിടെ എത്താറായിട്ടുണ്ട്. പിന്നെ ഇവിടെ മരങ്ങളും വീടുകളും ഈത്തപ്പഴത്തെ ഒരു മഞ്ഞ കളറിൽ കാണാം. നല്ല റെഡിയായി. ഓ ഗരം വേന ഈ ഓ खजूर रेडी आएगा ना मालूम है मालूम नहीं. നല്ല നല്ല ബിൽഡിങ്ങും ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ലുസ്വയിലിന്റെ ഒരു ഭാഗമായിട്ട് വരും. ദോഹയിൽ എന്നൊക്കെ പറയും. ഇപ്പൊ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിറ്റിയിലേക്ക് ഇപ്പൊ പോകുന്നത് കറക്റ്റായിട്ട് പറഞ്ഞാൽ. ഇവിടെ മൊത്തം എന്താ പറയാ, ഇതാണ് സ്കൂളുകളും കോളേജുകളൊക്കെ ആയിട്ട് ഇങ്ങനെ. പിന്നെ ഖത്തറിലെ തന്നെ 1 ഓഫ് ബെസ്റ്റ് സ്കൂളാണ് എഡ്യൂക്കേഷൻ സിറ്റിയിലെ ആ ഒരു സ്കൂളല്ല, അതൊരു കോളേജായിട്ടാണ് വരുന്നത്. ഞാൻ ഇവിടെ മെട്രോയിലെത്തി. ഇപ്പോൾ ഇതാ മെട്രോ എന്ന് വെച്ചാൽ മറ്റേ ഇവിടെ എവിടെയാ ഖത്താര. യെസ്, ഇവിടുന്ന് ഇതിൻ്റെ പ്ലേസ് നോക്കിയാൽ കാര്യമാണ്. ഓക്കെ മുഹമ്മദ്, ഇതാണ് നമ്മുടെ ഡ്രൈവർ. നോ അപ്പോൾ എല്ലാവരോടും ചാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ പോവാണ്. ഇതാണ് നമ്മുടെ വണ്ടി. ഞാൻ ഇന്ന് വേറെ വഴിയിലേക്കാണ്, അതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയത്. എന്നാ കിടലും പ്ലേസാണ്. ഇവിടേക്ക് ഞാൻ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞു. ആ ഒരു മെട്രോ ഇതാ ആ ബ്ലാക്ക് ഉണ്ടല്ലേ, ആ ബ്ലാക്ക് കാണുന്ന മെട്രോ സ്റ്റേഷൻ്റെ ഇതിൻ്റെ ഉള്ളിലോട്ട് അണ്ടർഗ്രൗണ്ടിലോട്ട് പോകുന്നതാണ്. ഇവിടേക്ക് ഇങ്ങനത്തെ ലോങ് വണ്ടിക്കാണ് ഇതൊക്കെ വരുന്നത്. പക്ഷെ ആ ഉപ്പ് അടിപൊളിയായിട്ടുണ്ടല്ലേ. അടുത്ത വണ്ടി വന്നിട്ടുണ്ട്. ഇത് കൂടുതലും സ്റ്റാഫും പിന്നെ മെട്രോൻ്റെ ഒരു ബോക്സ് ബിൽഡ് കണ്ടില്ല നിങ്ങൾ? ഒരു ഗിഫ്റ്റ് ബോക്സ് പോലത്തെ വലിയ JCB കാണാം. പിന്നെ ഇവിടെ വാഹനങ്ങൾ പോകാനും കുറച്ചൊക്കെ ഇതൊക്കെ ഉണ്ട്. ഞാൻ ഇതാ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോവാണ്. നല്ല ചൂടാണ് വെളിയിൽ അല്ലേ. ഇവിടെ ഈ ഒരു സാധനം കണ്ട ഇങ്ങനെ എപ്പോഴും ശ്രദ്ധിച്ചോന്നറിയില്ല. അവിടെ ഒരു 5 മിനിറ്റ് നിൽക്കുന്ന ഒരു വല്ലാത്തൊരു സുഖം. ഇത് ഇവിടെ ഇതാ ഒരു നല്ലൊരു AC, നല്ല ആംബിയൻ്റെ AC ആയിരുന്നു, സ്മാർട്ട് ലേബിൾ. ഞാനിത് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഇത്രയും ചൂടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളതിന് ഒരു തണുത്ത യാത്ര. വീഡിയോ കുറച്ച് ലോങ് ആവും, എന്നാലും സംഭവം അമ്മാതിരി കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കുറച്ച് നടക്കാനുണ്ട്. ഇത് മൊത്തം ഇങ്ങോട്ടേക്ക് മൊത്തം ഇരുട്ടായിട്ട് വരുവായിരുന്നു. എന്താണെന്നറിയില്ല ഗൈസ്. സ്ട്രൈറ്റ് ആണ് ട്രെയിനിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത്. ഇതിവിടെ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മേലെ നിന്ന് വരാനുള്ള. ഞാൻ കുറച്ച് സ്പീഡിലാണ് നടക്കുന്നത്, കാരണം പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലെങ്കിലും നിൽക്കാൻ സമയമില്ല എനിക്ക്. എൻ്റെ ബാഗിൽ കുറച്ച് ലഗേജ് ഉണ്ട്. കിച്ചണിൽ നിന്ന് നമ്മൾ സ്റ്റാഫുകൾക്ക് റൈസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ സ്കൂളിലൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനെ റൈസ്, അതേപോലെ. ഓക്കെ, ഇവിടെ ലേഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വീഡിയോ ഞാൻ കട്ടാക്കുവാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, എല്ലാം ചെയ്യും. ഓക്കെ.